ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ശ്രുതി പുറത്താണല്ലോ ഉള്ളത്. ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വർഷയ്ക്കാണ്. വർഷ പ്രഗ്നന്റ് ആയതിന്റെ ആ ഒരു പൊടിപൂരമാണ് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ശ്രുതി തിരിച്ചെത്തണ്ടേ? ശ്രുതി എങ്ങനെയാ തിരിച്ച് വീട്ടിൽ എത്തും എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ശ്രുതി തിരിച്ചു വരുവോ, അതോ നമ്മുടെ ശ്രുതിയെ ഇനിയിപ്പം എന്നേക്കുമായിട്ട് ശ്രുതി ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കുവോ? ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാട്ടോ, പറഞ്ഞു പോറാക്കുന്നില്ലേ. അങ്ങനെ അച്ചമ്മ ഇനി എത്തുകയാണ് കേട്ടോ. അച്ചമ്മ വരാൻ പോകുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. വർഷ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞല്ലോ. അപ്പം അത് അറിഞ്ഞിട്ടാണ് വർഷയല്ല നമ്മുടെ അച്ചമ്മ വരാൻ പോകുന്നത്. അപ്പൊ അച്ചമ്മ വന്നു. അച്ചമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാട്ടോ വരുന്നത് നമ്മുടെ വർഷയ്ക്ക് കൊടുക്കാനായിട്ട്. വർഷയ്ക്കാണെങ്കിൽ ഈ പ്രഗ്നൻസി ഒട്ടും ഇഷ്ടമല്ല താനും. എങ്ങനെയെങ്കിലും ഈ പ്രഗ്നൻസി ഒന്ന് കളയണമെന്ന് ഓർത്തിരിക്കുകയാണ് നമ്മുടെ വർഷ. അപ്പൊ അങ്ങനെയാണ് അച്ചമ്മ വരുന്നത്. അപ്പൊ അച്ചമ്മ വരുമ്പോഴത്തേക്കും ഇനിയിപ്പോ കുറച്ച് മാറ്റങ്ങൾ ചന്ദ്രോദയത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അച്ചമ്മയോട് ആരും മിണ്ടുന്നില്ല. ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയോട് എല്ലാവരും പറയുന്നത് എവിടെയാണ് ശ്രുതി? അങ്ങ് ബാംഗ്ലൂരില് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കാണെന്ന്. ഏതായാലും ഈ നോണ നമ്മുടെ അച്ചമ്മ ആദ്യമൊക്കെ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ അച്ചമ്മ വീട്ടിൽ വന്ന വിവരം നമ്മുടെ ശ്രുതി അറിയുകയാണ്. ഏതായാലും ഇനി അടുത്ത ഒരു സോഫ്റ്റ് കോർണർ ആയിട്ട് പിടിക്കാൻ പറ്റിയ കേസ് അച്ചമ്മയാണെന്ന് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി അച്ചമ്മ വന്ന വിവരം അറിയുന്നത് നമ്മുടെ ഭാമ വഴിയാണ്. അങ്ങനെ ഭാമ ശ്രുതിയോട് ഒരു ദിവസം പെട്ടെന്നല്ല, ശ്രുതി എപ്പോഴും ഭാമയുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഏലസ് ഇട്ട് കൊടുത്ത കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലസ് ഞാനാണ് അവളുടെ കൈ കൊണ്ടു കൊടുത്തത്. ചന്ദ്ര അത് ഭദ്രമായിട്ട് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോഴൊന്നും വിശ്വാസം വരുന്നില്ല. കാരണം ശ്രുതി അതുകൊണ്ടും ഇതുകൊണ്ടും ഒക്കെ പോയിട്ടും, അതായത് ചോറ് കൊണ്ടൊക്കെ പോയിട്ടൊന്നും നമ്മുടെ ശ്രുതി അനങ്ങിയില്ലല്ലോ. ശ്രുതി പോയിട്ടും അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലാണ് പുള്ളിക്കാരി ആകെ മൊത്തം. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെയും ചന്ദ്രോദയത്തെ വിശേഷമൊക്കെ അറിയാൻ വേണ്ടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ കാര്യങ്ങളൊക്കെ പറയാണ്. നീ അറിഞ്ഞായിരുന്നോ, അവിടെ വർഷ പ്രഗ്നന്റ് ആണ്. വർഷയ്ക്ക് പ്രഗ്നന്റ് ആയി 1 മാസം എങ്ങാണ്ടായി. അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, വർഷ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മുടെ ഭാമ പറഞ്ഞു, എടി വച്ച് നീ പ്രഗ്നന്റ് ആവുമായിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ ഒരു നല്ലൊരു സ്ഥാനം ഉറപ്പിക്കായിരുന്നല്ലോ. അതിന് നീ ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഞാൻ മാത്രം ശ്രമിച്ചാൽ പോരല്ലോ, അതിന് ദൈവം ഞങ്ങൾക്ക് മക്കളെ തരണമല്ലോ, എങ്കിലല്ലേ ആന്റി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല അവിടെ അച്ചമ്മ അങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഏതായാലും വർഷയ്ക്ക് കോൾ അടിച്ചു. വർഷയ്ക്ക് ശ്രീകാന്തിനും അച്ചമ്മയുടെ എന്തോ ഒരു സ്വത്തിന്റെ പകുതിയോ കുറച്ച് ഭാഗങ്ങളോ ഇനിയിപ്പം വർഷയ്ക്കും ശ്രീകാന്തിനും ഉള്ളതാണെന്നാ പറയുന്നത്. ചന്ദ്ര അങ്ങനെയാ പറഞ്ഞത്. ഏതായാലും നിനക്ക് ആ ഭാഗ്യമില്ലാതെ പോയല്ലോ മോളെന്ന്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ശ്രുതി ഏതായാലും നേരെ ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോയിട്ട് നമ്മുടെ മീരയായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. മീരയോട് പറയുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നല്ലൊരു കുടുംബം കിട്ടിയതല്ലായിരുന്നോ, അതെനിക്ക് നഷ്ടമാകുവാണെന്നാ തോന്നുന്നത്. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യുന്നത് എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീര പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോ, അല്ലെങ്കിൽ പ്രശ്നമാകും മോളെ. കുഞ്ഞുമോളെ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് അവസാനിക്കത്തുള്ളൂ. നിനക്കറിയാലോ നിന്റെ അമ്മായിയമ്മയുടെ തനിക്കോണം. നിന്റെ അമ്മായിയമ്മ മിക്കവാറും സുധീനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും. സുധി ആണെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ആര്? നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി ഇങ്ങനെ പെട്ടെന്നപ്പം ശ്രുതി, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഏതായാലും അവിടെ അച്ചമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അച്ചമ്മേനെ കണ്ട് അച്ചമ്മയോട് കാര്യം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ചമ്മ എന്നെ വീട്ടിൽ കയറ്റു. ഇത് പറ്റിയ സമയമാണ്. അച്ചമ്മേനെ കണ്ട് എനിക്ക് സംസാരിക്കണം. അച്ചമ്മേനെ കണ്ട് സംസാരിച്ച് എനിക്ക് അച്ചമ്മയോട് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോ, അല്ല അച്ചമ്മേനെ കണ്ടെങ്കിൽ നീ ആ വീട്ടിൽ കയറണ്ടേ? ആ വീട്ടിൽ കയറിയല്ലേ നിനക്ക് അച്ചമ്മേനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് മീര പറഞ്ഞു. അതും ശരിയാണ്, പക്ഷെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അച്ചമ്മ ഈ വിവരം അറിയണം. അച്ചമ്മ ഈ വിവരം അറിയുകയാണെങ്കിൽ ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ല, എന്നെ പുറത്താക്കാൻ സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ച് ചന്ദ്രമതിയാണ് എന്നെ പുറത്താക്കിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മ പറയും, പണമൊന്നും അല്ല നോക്കേണ്ടത്, അവര് ഭാര്യയും ഭർത്താവും അല്ലേ, ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അകത്ത് കയറ്റും, അത് ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അച്ചമ്മയിൽ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ്
നമ്മുടെ ശ്രുതി എന്താണ് ഇനിയിപ്പോ അച്ഛമ്മേനെ ചാക്കിലാക്കാനുള്ള തത്രപ്പാടിലാണ്. എങ്ങനെയെങ്കിലും അച്ഛമ്മേനെ ചാക്കിലാക്കണം. അപ്പൊ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്ഛമ്മയോട് സംസാരിക്കാനായിട്ട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് ഇനിയിപ്പം ചന്ദ്രോദയത്തൊന്ന് കയറി പറ്റണം. ഏതായാലും നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ അറിയുന്നുമില്ല ശ്രുതി അവിടെ ഇല്ലാത്തത്, ബാംഗ്ലൂരിൽ പോയേക്കാണ്, ക്ലയന്റിനെ കാണാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ശ്രുതിയുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംതിങ് പ്രോബ്ലം നടക്കുന്നുണ്ട്, എന്റെ മക്കൾ എന്നെ മറച്ചു വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ആർക്ക്? നമ്മുടെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ശ്രുതി അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്ഛമ്മേനെ മീറ്റ് ചെയ്ത് അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അച്ഛമ്മ ഇത് കേട്ടതേ നമ്മുടെ ശ്രുതിയുടെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുത്തു കേട്ടോ. നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? നിനക്ക് കാണിക്കാൻ കൊള്ളാവൂടി, നീ എന്റെ മക്കളെ വഞ്ചിക്കല്ലായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മയെ ക്ഷമിക്കുക അച്ഛമ്മേ, എനിക്ക് എന്റെ ശ്രുതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ജീവനാണ്, പ്രാണനാണ്, എനിക്ക് ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അച്ഛമ്മയെ, ശ്രുതി ഇല്ലാത്ത അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങിയില്ലേ കള്ള നാടകം നമ്മുടെ ശ്രുതി. അച്ഛമ്മ ഫ്ലാറ്റ്. അച്ഛമ്മ എല്ലാം കേട്ടതും അച്ഛമ്മ അങ്ങോട്ട് വീണു പോവാണ് കേട്ടോ. ഏതായാലും അച്ഛമ്മ പാവം ഫ്ലാറ്റ് ആയി പോയി. എന്ത് ചെയ്തു നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഏതായാലും നീ ഇക്ക് മോശമായി പോയി, പക്ഷെ എന്റെ മരുമോള് ചന്ദ്ര കാണിക്കുന്നതും അത്രയ്ക്ക് ശരിയൊന്നും അല്ല. ഏതായാലും ഇവരെല്ലാവരും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചേക്കാണല്ലോ. ഏതായാലും നീ എന്റെ കൂടെ വാ, നീ ഞാൻ പറയുന്ന സമയത്ത് വാ, എല്ലാവരുടെയും മുമ്പില് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഏതായാലും ഇനി നീ ഇത് ആവർത്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛമ്മ, ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, എനിക്ക് എന്റെ ശ്രുതിനെ ഒന്ന് കണ്ടാൽ മതി, എനിക്കാണെങ്കിൽ അവിടെ ഉള്ളവരെ കാണാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല അച്ഛമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിലും രേവതി സച്ചിൻ പോലും ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ രേവതി സച്ചി എങ്ങനെയാ പറയുന്നത്? രേവതി സച്ചിയല്ലേ എന്നെ പുറത്താക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ആദ്യം തന്നെ നിന്നത്. ഓ പിന്നെ ശ്രുതി, നീ അങ്ങനെ പറയരുത്. രേവതി സച്ചി ഒരിക്കലും നിന്നെ പുറത്താക്കാൻ കൂട്ടു നിൽക്കത്തൊന്നുമില്ല. സത്യം കണ്ടുപിടിച്ചത് രേവതി സച്ചിയൊക്കെ ആയിരിക്കും, പക്ഷെ പുറത്താക്കാനൊന്നും അവര് കൂട്ടു നിൽക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അതൊന്നും എനിക്ക് അറിയില്ല അച്ഛമ്മേ. അച്ഛമ്മേ, എനിക്കൊരു ശ്രുതിയുടെ കൂടെ ജീവിക്കണം അച്ഛമ്മേ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അച്ഛമ്മേ, ഞാൻ വല്ല ആത്മഹത്യ ചെയ്യും അച്ഛമ്മേ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ, നമ്മുടെ അച്ഛമ്മ ഫ്ലാറ്റായി സമ്മതിച്ചു. അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടില് ചന്ദ്രോദയത്ത് അങ്ങനെയാട്ടോ നമ്മുടെ ശ്രുതി കയറുന്നത്, ശ്രുതി കയറി പറ്റുന്നത്. അങ്ങനെ ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും അതായത് അത്ഭുതമായി പോയിട്ട് അച്ഛമ്മന്റെ കൂടെ ശ്രുതിയെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. ശ്രുതിയാണെങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രുതിയെ കണ്ട മിണ്ടിയെ കൊള്ളാറുണ്ട് കേട്ടോ. കാരണം കുറെ ദിവസമായാലും ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നു. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഭർത്താവ് ഭാര്യയല്ലേ, അപ്പൊ അതിന്റെ ഒരു വിഷമം നമ്മുടെ ശ്രുതിയുടെ മനസ്സിലുണ്ട്. ഏതായാലും രേവതി ഇതാരാ ശ്രുതിയോ? അപ്പം നമ്മുടെ സച്ചി അതേലോ, ഇത് ശ്രുതിയെടുത്തി പൗഡർ എടുത്തിയാണല്ലോ എന്നൊക്കെ. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്താ വിചാരിച്ചത്? നിങ്ങൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നല്ലേ? ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ ഇവിടെ നിൽക്കുന്നത്. ദേ എന്നാലും സച്ചി രേവതി നിങ്ങളും ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ എന്ന്. അപ്പൊ സച്ചി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മേ വെറുതെ എന്തിനാ? വേണ്ട വേണ്ട നിർത്ത്. എടാ രവീന്ദ്ര, നിനക്കിത് എന്നോട് പറയത്തില്ലായിരുന്നോ? അത് പിന്നെ ചന്ദ്ര പറഞ്ഞപ്പം, ഓ അപ്പൊ ചന്ദ്രയുടെ ഐഡിയ ആണല്ലേ ഇത്, എന്നെ അറിയിക്കരുതെന്ന്. എടി നിനക്ക് നാണം ഉണ്ടോടി? നിന്റെ മകന്റെ ഭാര്യയല്ലേടി ഇത്? ഇവൾ എന്ത് തെറ്റ് ചെയ്താലും അത് പുറത്ത് ക്ഷമിച്ച് ആരാ ഇവിടെ സ്വീകരിക്കേണ്ടത്? വേറെ ആരുമല്ല സ്വീകരിക്കേണ്ടത്, നീയാണ്. നിന്റെ പൊന്നാരും മരുമകളല്ലായിരുന്നോ? പിന്നെ എന്തിനാടി നീ ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്രയോട് അങ്ങ് ചൂടാകാൻ തുടങ്ങിട്ടോ. ചന്ദ്രയാണെങ്കിൽ ആകെ അച്ഛമ്മയുടെ മുമ്പിൽ മാത്രമാണ് പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഓരോരോ തട്ടുമുട്ട് ന്യായങ്ങൾ പറയുക. അവള് എന്ത് പരിപാടിയെ കാണിച്ചത്? അവള് എത്ര ദിവസം ഞങ്ങളെ പറ്റിച്ചു, അല്ലെ എത്ര 1.5 വർഷം ഞങ്ങളെ പറ്റിച്ചില്ലേ? അച്ഛമ്മയ്ക്ക് അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ലേ? അവിടെ വരെ അയാളെ കൊണ്ടുവന്നില്ലേ? ബീരാൻ എന്ന് പറയുന്ന ഒരുത്തനെ ഇളയച്ചനാന്നും പറഞ്ഞ് വീട്ടിൽ കയറ്റിയില്ലേ? അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും തുടങ്ങി. അപ്പൊ പറഞ്ഞു, അച്ഛമ്മ പറഞ്ഞു, നിർത്ത് വേണ്ട, മതി, ഇനി കൂടുതൽ ഇങ്ങോട്ട് പറയുമെന്ന് വേണ്ട. കഥയും എല്ലാം ഞാൻ അറിഞ്ഞു, കഥയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി കൂടുതൽ ആരും ഒന്നും പറയണ്ട. ഇനി എനിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. വർഷമല്ല സോറി, ശ്രുതി എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്, അവൾ ഇനി കള്ളം പറയില്ല എന്ന് എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഇവളെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടാന്ന് നോക്കണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവളെ ആരെങ്കിലും ഇറക്കി വിട്ടെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതേതായാലും നന്നായി, ഞങ്ങൾ ഒരു 100 തവണയെങ്കിലും പറഞ്ഞതാ അമ്മേ ഇവളോട്, വേണ്ട വിട്ടുകളാന്ന്. ഇവളാണ് കേറി പിടിച്ചേക്കുന്നത്.
അവളെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ കൂടുതലൊന്നും പറയണ്ട രവീന്ദ്ര, നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നു ഇതൊക്കെ, എങ്കിൽ പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ആക്കത്തില്ലായിരുന്നു. നീ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആരും കൂടുതൽ എന്നോട് പറയാനൊന്നും വരണ്ട, എല്ലാവരോടും ഞാൻ പിണക്കമാന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രുതി നീ ഒരു കാര്യം നീ ശ്രുതിയുടെ റൂമിലേക്ക് കയറി പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ശ്രുതി ആ വീട്ടില് പിന്നെയും തിരിച്ചു കയറി പറ്റുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ഇതിന്റെ ബാലൻസ് വിശേഷങ്ങളുമായിട്ടേ ഇനി ഞാൻ എന്നും ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും എത്തുന്നതായിരിക്കും കേട്ടോ. കറക്റ്റ് ഒരു സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം. നാളെ മുതൽ കറക്റ്റ് ഏതായാലും ഉച്ച കഴിഞ്ഞായിരിക്കും നമ്മൾ വീഡിയോ അപ്കമിങ് വിശേഷങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു വൈകുന്നേരം ഒക്കെ ആശംസിച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. രാവിലെ നമ്മൾ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്, അതും കാണാൻ മറക്കരുത് കേട്ടോ.